ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയുന്നല്ലേ. ഇത് വന്നിട്ട് കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇത് ഒരു നാൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിക്ക് ഹൈപ്പിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു, സ്കിൻ കെയർ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ. ഇത് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായി ഈ സ്നെയിൽ ഒച്ചിൽ ഇത്രത്തോളം കാര്യങ്ങളുണ്ട്, നമ്മുടെ സ്കിൻ കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്നെയിൽ മ്യൂസിൻ എന്ന് നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ കൊറിയൻ സ്കിന്നുകാർ യൂസ് ചെയ്യുന്ന അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ വന്നതിന് ശേഷം കുറേ അധികം സ്നെയിൽ മ്യൂസിൻസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2-3 സ്നെയിൽ മ്യൂസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡ്യൂപ്പായിട്ടും അതുപോലെ തന്നെ കുറേ അധികം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് മീഷോയിൽ, സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഒരു വാട്ടർ കൺസിസ്റ്റൻസിയാണ്, ശരിക്കും വെള്ളം ഒഴുകി പോണ പോലെ. അതായത് ഇതിന് കുറച്ച് ഇങ്ങനെ പശയുണ്ടാവും, പശയായിട്ടിരിക്കണേ കണ്ടോ, നല്ല രീതിയിൽ പശയാണിത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ സെയിം പാക്കേജൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീഷോയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാലോ മീഷോന്ന് സ്കിൻ കെയർ അത് ഭയങ്കര റേറ്റ് കുറവായിരുന്നു, 200 അത്ര എന്താണ്. ഞാൻ മേടിച്ചിട്ടില്ല, ഞാൻ ഇതുപോലെ തന്നെ ഒരു റിവ്യൂ കണ്ടതാണ് കമ്പയർ ചെയ്തിട്ട് മീഷോ കോസാറക്സ് സ്നെയിൽ മ്യൂസിൻ അതുപോലെ തന്നെ ഒറിജിനൽ സ്നെയിൽ മ്യൂസിൻ, അതിൻ്റെ ഒരു കമ്പാരിസൺ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഡ്യൂപ്പുകൾ ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സ്നെയിൽ മ്യൂസിനായിട്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് നാളായിട്ടുള്ള ഇറങ്ങിയിട്ട് ഡെമാക്കോൻ്റെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറമാണ് വിത്ത് 2% നയസിനമൈഡും 2% പെപ്റ്റൈഡ് കോംപ്ലക്സും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പാക്കേജ്, ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്, ഈ ഒരു ഡെമാക്കോൻ്റെ സ്നെയിൽ മ്യൂസിൻ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഈ ഒറിജിനൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു സാധനം നമ്മുടെ കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. എൻ്റെ സ്കിന്നിൽ ഇത് വർക്ക് ആയിട്ടുണ്ട് നല്ല രീതിയിൽ. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എന്നാലും എൻ്റെ സ്കിന്നിൽ വർക്ക് ആയിട്ടുണ്ട്. സെയിം ഡ്രൈ സ്കിൻ ഉള്ള ഒരാൾക്ക് എൻ്റെ ഫ്രണ്ട് ഇത് യൂസ് ചെയ്തു, അവൾക്ക് നല്ല പണിയിട്ട്. കാരണം എന്താ വെച്ചാൽ നല്ല രീതിക്ക് ബേണിങ് സെൻസേഷനാണ് അവൾക്ക് ഉണ്ടായത് ഈ ഒരു കാര്യം യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരു തരത്തിലുള്ള, കാരണം ഫേസിൽ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നേ, അങ്ങനെ ഭയങ്കര ഇത് നമുക്കറിയാലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല രീതിക്ക് സ്റ്റിക്കാണ്. അതായത് നോക്കൂ, ഇപ്പോൾ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഇട്ടുണ്ടെന്നോ അങ്ങനെയൊന്നും തോന്നുന്ന നല്ല രീതിക്ക് അബ്സോർബ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്താ ഓയിലി സ്കിന്നാർ യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ഹൈഡ്രേഷൻ ഉള്ളതാണ്. നമ്മുടെ ഡ്രൈ സ്കിന്നാർ ഇടുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് തരുന്നുണ്ട്. ഒരു 8 മണിക്കൂർ ആ ഹൈഡ്രേഷൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ ഇതിനകത്ത് ക്ലെയിം ചെയ്തേക്കുന്നത് അത് തന്നെയാണ്, 8 മണിക്കൂർ നമ്മുടെ ഹൈഡ്രേഷൻ നിൽക്കുന്നുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓയിലി സ്കിന്നാർക്ക് ഇത് സ്യൂട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഡൗട്ടാണ്. ഇത് ഓയിലി സ്കിന്നാർ യൂസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഭയങ്കരമായിട്ട് ഓയിലി ആക്കണ പോലെയൊക്കെയും ചിലർക്ക് തോന്നുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എനിക്ക് അറിയുന്ന ആൾക്കാരുടെയും എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്ത എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസോ നല്ല എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്ന് പറയുന്നത്, ചിലർക്ക് ഇത് യൂസ് ചെയ്തിട്ട് ബേണിംഗ് സെൻസേഷൻ അതുപോലെ തന്നെ റെഡ്നെസ് ഒക്കെ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല രീതിക്ക് സ്യൂട്ടായിട്ടുണ്ട്, എൻ്റെ സ്കിന്നിൽ വളരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇത് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫേസ് നല്ല രീതിക്ക് റെഡായി അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഇത് സ്യൂട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എന്തെങ്കിലും കുറച്ച് ഇപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലവരുടെ സ്കിന്നിന് നല്ല രീതിക്ക് റെഡിഷ് ആവും. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാം ഡൗൺ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാം. ടോണർ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് നനവായിട്ടിരിക്കുന്ന സമയത്ത് വേണം ഈ ഒരു ഏതൊരു സിറം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ടൊരു റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ ഇതിന് 1400 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിന് അനുസരിച്ച് നല്ലോണം ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കുറേ നാൾ നിൽക്കും, ഇതൊരു കുറച്ച് അധികം നാൾ നിൽക്കും. അതുകൊണ്ട് എനിക്ക് ആ ഒരു റേറ്റിന് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ വർത്താണ്. ഇപ്പോൾ ചില സിറംസ് പെട്ടെന്നാണ് നമുക്കറിയാം, സിറംസ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം, സിറം പെട്ടെന്ന് തീർന്നു. 30 ml നല്ല റേറ്റാണ്, 500 അത്ര ഇതാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് 100 ml ആണിത്. അപ്പോൾ എനിക്ക് ഈ ഒരു റേറ്റിന് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കണ്ട പോലെ തന്നെ നല്ല പശയായിട്ട്, മൊത്തത്തിൽ പശ എന്നല്ല പറയാം, കുറച്ച് നല്ല രീതിയിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗാണ്. പക്ഷേ നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്റ്റിക്കിനെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ എപ്പോഴും ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് മോയ്സ്ചറൈസറിന് മുന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങി ചെന്ന് അറിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് ടോപ്പ് ചെയ്യാണ് ഞാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറെന്താ, ഇതിനകത്ത് 96% ആണ് സ്നെയിൽ മ്യൂസിനുള്ളത്. അതായത് ഈ ഒച്ചിൻ്റെ ആ സെക്രീഷൻ ഉണ്ടല്ലോ, ആ 96% ആണ്. ബാക്കി 4% ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആ ഒച്ചിൻ്റെ ഒച്ചിനെ പുഴുങ്ങി ആ സെക്രീഷനൊക്കെ വലിച്ചെടുത്ത് അങ്ങനെ കുപ്പിയിലാക്കി തരില്ല. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. ശരിക്കും ആ പറഞ്ഞിട്ടുള്ള ഹൈപ്പിന് അത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഹൈപ്പിന് അത്രയും ഇല്ല. കാരണം അത് ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് പോലും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടാനുള്ള ചാൻസസും ഇതിന് വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തതാണ് ഈ ഡമാക്കോന്റെ 8 സ്നെയിൽ പെപ്റ്റൈൻ 96 ഹൈഡ്രേറ്റിംഗ് സിറം ആണിത്. 2% നയാസിനമൈഡും 2% പെപ്റ്റൈഡ് കോംപ്ലക്സ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇത് 80 ml 749 ആണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് കമ്മി റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും. ഈ സെയിം എമൗണ്ട് കൊടുത്തിട്ടല്ല ഞാൻ ഓർഡർ ചെയ്തത് 600 or 650 ആ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിലും സെയിം 96% ആണ് സ്നെയിൽ പെപ്റ്റൈഡ് വരുന്നത്, സ്നെയിൽ സെക്രീഷൻ വരുന്നത്. ബാക്കി 2% നയാസിനമൈഡും 2% പെപ്റ്റൈഡ് കോംപ്ലക്സ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് ഞങ്ങൾ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഇത് ഇട്ടിട്ട് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതും ഞാൻ സെയിം ഇത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ കോസറക്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടോണർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടോണർ ഒന്ന് ഡ്രൈ ആവുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഇട്ടും ടോപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പൈസയ്ക്ക് ഒത്ത് 80 ml ഉണ്ട്. അതുപോലെ തന്നെ പൈസയും കുറച്ച് കുറവാണ്. സെയിം ഇതെന്താണോ ചെയ്യുന്നത് അത് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഏതൊരു സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് ആൾക്ക് ഒട്ടും തന്നെ പറ്റുണ്ടായില്ല. സ്നെയിൽ മ്യൂസിന് വേണ്ടാന്ന് പറഞ്ഞ് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഞാൻ മേടിച്ചതിന് ശേഷം ആൾ ഇതിന്ന് യൂസ് ചെയ്തിട്ട് ആൾക്ക് നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പൈസ പോയി അങ്ങനെ മേടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ഡമാക്കോൻ്റെ സ്നെയിൽ പെപ്റ്റൈൻ 96 ഹൈഡ്രേറ്റിംഗ് സിറം. ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ ഞാൻ രാത്രിയും യൂസ് ചെയ്യാറുണ്ട്, മോർണിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതും നല്ല രീതിയിൽ സെയിം കൺസിസ്റ്റൻസിയാണ്. ഇത് കണ്ട സെയിം, ഒരു വ്യത്യാസവും ഇല്ല. കണ്ട ഒരു വ്യത്യാസവും ഇല്ല. അത് തന്നെത്താൻ അങ്ങോട്ട് അബ്സോർബ് ആയി പോവുകയും ചെയ്യും. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത് മേടിക്കുന്നതിനേക്കാളും ഭേദം ഇത് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെന്ത് ചെയ്യുന്നുണ്ടോ അതേ സെയിം എഫക്റ്റാണ് ഇത് യൂസ് ചെയ്താലും കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഇരിക്കണോണ്ട് ഞാൻ ഇപ്പോൾ അടുത്ത സെയിം മ്യൂസിനെടുത്ത് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് റിനയുടെ 99% സ്നെയിൽ സിറം. അതിൽ 99% എന്താണ് ഈ പറഞ്ഞ സ്നെയിൽ സെക്രീഷൻ ഉണ്ട്. അത് ഇതുവരെയായിട്ട് ഇതിനകത്തൊക്കെ 96% ഉള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നല്ല ഒരു അടിപൊളി എഫക്റ്റാന്ന് പറയുന്നത്. അതും സെയിം ഈ ഒരു റേഞ്ചിലാണ്. ഈ ഡമാക്കോൻ്റെ റേറ്റ് വരുന്ന പോലെ തന്നെയാണ് 600 or 650 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അതും വരുന്നത്. ഞാൻ ഇവിടെ ഇത് കൊടുത്തേക്കാം, പിക്ക് കൊടുത്തേക്കാം. എന്തായാലും ആ ഒരു സ്നെയിൽ മ്യൂസിനും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ അത് നല്ല രീതിക്കൊന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ ഇതുപോലെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.